ഗാസയിൽ 18 മാസത്തിലേറെയായി ഇസ്രയേൽ തുടരുന്ന കനത്ത ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തറും ഈജിപ്തും പുതിയ നിർദ്ദേശം തയ്യാറാക്കിയതായി റിപ്പോർട്ട്. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കാനും ജയിലിലുള്ള പലസ്തീനികളെ വിട്ടയക്കാനും ആക്രമണം അവസാനിപ്പിക്കാനും ഇസ്രയേൽ സേനയെ പൂർണ്ണമായും ഗാസയിൽ നിന്ന് പിൻവലിക്കാനുമുള്ള പദ്ധതിയാണ് ഇരു രാജ്യങ്ങളും ചേർന്ന് തയ്യാറാക്കിയത്. 7 വർഷം വരെ നീളുന്ന സമാധാന ഉടമ്പടി നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഹമാസിന്റെ മുതിർന്ന പ്രതിനിധി സംഘം ഈജിപ്തിലെത്തും. ഹമാസ് രാഷ്ട്രീയ കൗൺസിൽ തലവൻ മുഹമ്മദ് ദർവേഷും മുഖ്യ കൂടിയാലോചനാ വിദഗ്ധൻ ഖലീലുൽ ഹയയുമാണ് യോഗത്തിൽ പങ്കെടുക്കുക. മുതിർന്ന പലസ്തീൻ ഉദ്യോഗസ്ഥനാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തെക്കുറിച്ച് BBC-യോട് വെളിപ്പെടുത്തിയത്. രാജ്യത്തിന്റെയും മേഖലയുടെയും താൽപര്യം പരിഗണിച്ച ഗാസയുടെ ഭരണം മറ്റേതെങ്കിലും പലസ്തീൻ പ്രസ്ഥാനത്തിന് കൈമാറാൻ ഹമാസ് താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലെ പലസ്തീൻ അതോറിറ്റി അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുതിയ സമിതിയായിരിക്കും ഭരണം കൈമാറുകയെന്നും പലസ്തീൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരണം എന്നതടക്കം കടുത്ത ഉപാധികളുള്ള ഇസ്രയേൽ വെടിനിർത്തൽ നിർദ്ദേശം സംഘടന തള്ളിയ സാഹചര്യത്തിലാണ് നേരത്തെ ഗാസ വെടിനിർത്തൽ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഖത്തറിന്റെയും ഈജിപ്തിന്റെയും പുതിയ നീക്കം. എന്നാൽ പുതിയ നിർദ്ദേശത്തെക്കുറിച്ച് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ആദ്യത്തെ ഗാസ വെടിനിർത്തൽ കരാർ കഴിഞ്ഞ മാസം അവസാനിച്ചതിനു പിന്നാലെ ഇസ്രയേൽ ആക്രമണം ശക്തമായി പുനരാരംഭിച്ചിരുന്നു. ഹമാസിനെ പൂർണ്ണമായും നശിപ്പിക്കുകയും ബന്ദികൾ മുഴുവൻ തിരിച്ചെത്തുകയും ചെയ്താൽ മാത്രമേ ഗാസ ആക്രമണം അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നിലപാട്. ഗാസയുടെ ഭാവി ഭരണത്തിൽ പലസ്തീൻ അതോറിറ്റിക്ക് യാതൊരു പങ്കുമുണ്ടാകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഗാസയിലെ തുടർ സൈനിക നടപടികൾക്ക് രൂപം നൽകാൻ ഇസ്രയേലിന്റെ സുരക്ഷാ മന്ത്രിസഭ നീക്കം. ഈജിപ്ത് മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം മന്ത്രിസഭ ചർച്ച ചെയ്യുമെങ്കിലും തീവ്ര വലതുപക്ഷ മന്ത്രിമാർ കടുത്ത നിലപാട് തുടരുന്ന സാഹചര്യത്തിൽ അനുകൂല തീരുമാനമുണ്ടാകാനിടയില്ലെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉപരോധവും ആക്രമണവും ശക്തമാക്കി ഹമാസിനുമേൽ കൂടുതൽ സൈനിക സമ്മർദ്ദം തുടരാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇസ്രയേൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്ന പ്രതിപക്ഷ ആരോപണവും നെതന്യാഹു തള്ളി. നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട തെലവീവിൽ 10,000 പങ്കെടുത്ത നെതന്യാഹു വിരുദ്ധ റാലി അരങ്ങേറി. ഗാസയിൽ നിന്ന് പലസ്തീനികളെ റാമോൺ വിമാനത്താവളം വഴി വിവിധ വിദേശ രാജ്യങ്ങളിലേക്ക് പുറന്തള്ളുമെന്ന പ്രചാരണത്തിനെതിരെ ഗാസയിലെ സർക്കാർ മാധ്യമ ഓഫീസ് രംഗത്ത് വന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെ പലസ്തീനികളെ പുറന്തള്ളാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് ഗാസ സർക്കാർ മുന്നറിയിപ്പ് നൽകി. ഗാസയിൽ ഇസ്രയേൽ സേനയുടെ ആക്രമണത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 27 പേരാണ് ഇന്നലെ മാത്രം കൊല്ലപ്പെട്ടത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പലസ്തീനിലെ ക്രൈസ്തവ മുസ്ലിം സമൂഹം അനുശോചിച്ചു. അധിനിവേശത്തിനും വംശഹത്യയ്ക്കുമെതിരെ നിലയുറപ്പിച്ച ധീര പോരാളിയാണ് വിടവാങ്ങിയതെന്ന് അനുശോചന സന്ദേശത്തിൽ ഹമാസ് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.